കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കുമ്പോൾ യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ലാതെ അവിടെ നടത്തും, അവിടെ സഹായിക്കും. സഹായിപ്പാൻ കഴിയാതെ വണ്ണം അവിടുത്തെ കരം കുറുതായിപ്പോയിട്ട്, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവിടുത്തെ ചെവി മന്ദമായി പോയിട്ടില്ല. കാണേണ്ട പലരും കാണാതെ പോയപ്പോഴും, അറിയേണ്ടവർ അറിയാതെ പോയപ്പോഴും, സങ്കടം കേൾക്കാൻ ആരും ഇല്ലാതിരുന്നപ്പോഴും ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നെ അനാഥനായി തള്ളിക്കളയത്തില്ല, ഉപേക്ഷിക്കത്തില്ല എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ശബ്ദം ഇന്ന് പകലിലും നമുക്ക് വേണ്ടി വെളിപ്പെടുക. സഹോദരങ്ങളെ, ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെ ഇരിക്കാൻ നമ്മുടെ കർത്താവിനല്ലാതെ ആർക്കും കഴിയില്ല. അവിടുത്തെ സാന്നിധ്യം ഓർത്ത് നന്ദി പറയാൻ തയ്യാറാവണം. വീണു എന്ന് ലോകം പറഞ്ഞ ഒത്തിരി സമയങ്ങളില്ലേ നമ്മളെ പറ്റി. ഇനി എഴുന്നേൽക്കില്ല. ദാവീദിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ദുർവ്യാധി പിടിച്ചു, കിടപ്പിലായി, ഇനി എഴുന്നേൽക്കില്ല. പ്രാണസ്നേഹിതൻ പോലും തനിക്കെതിരെ നിൽക്കുകയാണ്. യേശുവിൻ്റെ കാര്യത്തിൽ അങ്ങനല്ലേ? യൂദായല്ലേ കൂടെ നടന്ന യൂദായല്ലേ ഒറ്റിക്കൊടുത്തത്? പക്ഷെ അവിടെ ഒക്കെയും ദാവീദ് പറഞ്ഞ പ്രസ്താവന ശ്രദ്ധിക്കുമോ? 118 വന്നപ്പോൾ എഴുന്നേൽക്കത്തില്ലെന്ന് 41 പറഞ്ഞപ്പോൾ ഞാൻ മരിക്കയില്ല, ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഞാൻ വീണ്ടും എഴുന്നേൽക്കുമെന്ന് അതിൻ്റെ അർത്ഥം. ലോകം സഹോദരങ്ങളെ എത്ര വിധി എഴുതിയാലും രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞാലും ആ വാക്ക് കേട്ട് നിരാശപ്പെടാതെ ഞങ്ങൾ എഴുന്നേറ്റ് ദൈവത്തിൻ്റെ നാമത്തെ കീർത്തിക്കുമെന്ന് പറയത്തക്ക ദാവീദ് സംഘത്തിൽ പറയുന്നത് പോലെ കഷ്ടകാലത്തിൽ ഉത്തരമള്ളുന്നൊരു ദൈവമുണ്ട്. ആ ദാവീദ് പറയുന്നതാണ്, കഷ്ടകാലത്തിൽ ഉത്തരമള്ളുന്നൊരു ദൈവം, യാക്കോബിൻ്റെ ദൈവമാണത്. ആ ദൈവം കൈവിടില്ല, ഉപേക്ഷിക്കില്ല, തള്ളിക്കളയത്തില്ല, മാറ്റി നിർത്തത്തില്ല. കേട്ടോ, ദാവീദിൻ്റെ അനുഭവം സഹോദരങ്ങളൊക്കെ മാറ്റി നിർത്തി. വീട്ടിനകത്ത് വലിയ പ്രാധാന്യം കൊടുത്തില്ല. പക്ഷേ അഭിഷേകമുള്ളവനെ, വ്യക്തിത്വമുള്ളവനെ സ്വർഗം കണ്ടാൽ, സ്വർഗം അറിഞ്ഞാൽ എവിടെ നിന്നാണേലും എത്തിക്കേണ്ടടുത്തെത്തിക്കും. കാട്ടിൽ കിടന്നവനെ സിംഹാസനത്തിലെത്തിക്കാൻ കഴിവുള്ള ദൈവമല്ലേ നമ്മുടെ ദൈവം. അങ്ങനെയെങ്കിൽ വരുന്ന ചില വിഷയങ്ങൾ, ഒറ്റപ്പെടുതൽ, മാറ്റി നിർത്തപ്പെടുന്ന അവസ്ഥ, തിരസ്കരണം, ഏകാന്തത, ഇതൊന്നും കണ്ട് ഭയപ്പെടണ്ട. നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ വാഗ്ദത്തമുണ്ടോ? യോസഫേ, തള്ളിക്കളയുന്നവർ കാണുകേ, നിന്നെ ദൈവം ഇരുത്തേണ്ടടുത്തെത്തും. ആർക്കും എന്നെ തടയാൻ പറ്റില്ല. സ്വപ്നം ഇല്ലാതാക്കാനല്ലേ കുഴിയിലേക്ക് തള്ളിയിട്ടത്. വിറ്റതും അതിനു വേണ്ടിയല്ലേ, കാണട്ടെ എന്ന് പറഞ്ഞ. പക്ഷെ വിറ്റതിൻ്റെ പിണ്ടം ദൈവം അതിനെ ഗുണമാക്കി തീർത്തു. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ വന്ന ചില അനുഭവങ്ങൾ തകർക്കാനല്ല, ഇല്ലാതാക്കാനല്ല, മറിച്ച് അനേകർക്ക് അടയാളമാക്കി, ദേശത്ത് ഒരത്ഭുത വിഷയമാക്കി ദൈവത്തിന് തീർക്കേണ്ടതുണ്ടെന്ന് ഈ പ്രഭാതത്തിൽ നമുക്കൊന്ന് തിരിച്ചറിയാം. ധൈര്യത്തോടെ പറ, അവിടുന്നല്ലോ, അവിടുത്തെ ദയ എന്നേക്കുമുള്ളതെന്ന് പറയാൻ എല്ലാവരെയും ദൈവം ഇടയാക്കട്ടെ എന്ന് ഈ ദൈവത്തെ പോലെ സർവശക്തിയുള്ള ദൈവമില്ല, ഉന്നതനായ ദൈവമില്ല. ഉയർന്നിരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. മറ്റാർക്കും അതിന് കഴിയില്ല.
സ്വർഗത്തിലും ഭൂമിയിലും സകലവിധ അധികാരവും ലഭിച്ചവനാണ് അവിടുന്ന്. ഈ അധികാരം ആർക്കാ ഉള്ളത്? നമ്മുടെ കർത്താവിനല്ലാതെ. എല്ലായിടത്തും അധികാരമുള്ളവൻ, എല്ലാറ്റിന്മേലും അധികാരമുള്ളവൻ, മരണത്തെയും പാതാളത്തെയും വെല്ലുവിളിച്ചവൻ ഇന്നും നമ്മോടൊപ്പമുണ്ട്. നമുക്കത് സ്തോത്രം ചെയ്യാം. 135 വാക്യം സുപരിതം. യഹോവ യാക്കോബിനെ തനിക്കായും ഇസ്രായേലിനെ തൻ്റെ നിക്ഷേപമായും തിരഞ്ഞെടുത്തിരിക്കുന്നു. യഹോവയെ സ്തുതിപ്പീൻ എന്ന് പറഞ്ഞ് തുടങ്ങുന്നതാണ്. ഹോഡദാസന്മാരെല്ലാം ദൈവത്തെ സ്തുതിക്കണം. കാരണം അവിടെ നല്ലവനല്ലോ, അവൻ്റെ നാമത്തിന് കീർത്തനം ചെയ്യണം. അത് മനോഹരമാണ്. എന്നിട്ടാണ് പറയുക, യഹോവ യാക്കോബിനെ തനിക്കായും. പ്രിയരെ, ഒറ്റപ്പെട്ടു പോയ യാക്കോബ് തുറസായ സ്ഥലത്ത് കിടക്കുകയാണ്. കല്ല് തലേണയായി വെച്ചിരിക്കുക. ഒരുവരുത്ത യാഥാർത്ഥ്യങ്ങളോട് പടവെട്ടിക്കൊണ്ടിരിക്കുമ്പോഴും തലയ്ക്ക് മീതെ സൂര്യൻ അസ്തമിക്കുകയാണ്. ഇരുൾ തുടങ്ങി. എന്ത് ചെയ്യണമെന്നറിയാതെ എൻ്റെ അകത്ത് ഭാരം വന്ന് അപ്പനില്ല, അമ്മയില്ല, കൂടെ സംസാരിക്കാൻ ആരുമില്ല. പക്ഷെ താൻ കണ്ട സ്വപ്നം സ്വർഗം തുറന്നിരിക്കുന്നു. പ്രിയരെ, പലതും അസ്തമിക്കുന്നു എന്ന് തോന്നുമ്പോൾ, പലതും നഷ്ടപ്പെട്ടു എന്ന് തോന്നുമ്പോൾ, ഒറ്റപ്പെട്ടു എന്ന് തോന്നുമ്പോൾ, അവിടെ നിനക്ക് വേണ്ടി സ്വർഗം തുറക്കുന്ന ഒരു കാഴ്ച എത്ര പേർ ആത്മാവിൽ കാണും? പത്മോസിൻ്റെ ഏകാന്തതയിലെ യോഹന്നാനായിരിക്കുക. ഡൊമീഷ്യൻ ചക്രവർത്തി റോമിലെ മെയിൻ ഗേറ്റ് പൂട്ടി. താക്കോൽ ചക്രവർത്തിയുടെ കയ്യിലാണ്. പക്ഷേ അത് പൂട്ടിയെങ്കിലും മുട്ടുമുടക്കി യോഹന്നാൻ കണ്ടത്, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നു. പ്രിയരെ, ആരൊക്കെ അടച്ചാലും സ്വർഗം തുറന്നാൽ നമ്മൾ ധന്യരായി തീർന്നു, അല്ലേ? മനുഷ്യ വഴികൾ അടയ്ക്കുമ്പോഴാണ് സ്വർഗത്തിൻ്റെ വഴി ഇന്നു പകൽ തുറക്കുന്നത്, സ്വർഗം തുറക്കുന്നത്. അങ്ങനെ യാക്കോബ് കണ്ട ശ്രേഷ്ഠകരമായ വെളിപ്പാട്. യഹോവ ഈ സ്ഥലത്തുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവിനോട് സംസാരിക്കുക, വ്യക്തമായി തൻ്റെ പേരിന് ചേഞ്ച് വരുത്തുക, തന്നെ മാറ്റിമറിക്കുക. ഇതാണ് യാക്കോബിൻ്റെ അനുഭവം. തിരിച്ച് വരുന്ന യാക്കോബ് നമുക്കറിയാം. പോയതുപോലെ അല്ല തിരിച്ചു വന്നത്. ഒത്തിരി കഷ്ടങ്ങൾ, വേദനകൾ, സങ്കടം കൂടെ വന്ന യാക്കോബ്, പ്രതിസന്ധിയിലൂടെ വന്ന യാക്കോബ് തിരിച്ചു വന്നത് 2 കൂട്ടമായിട്ടാണ്. പക്ഷെ അവിടെയും താൻ എല്ലാത്തെ അക്കരെ നടത്തിയിട്ട് ദൈവം മുട്ടുമടക്കി. ഉയരത്തിലെ അനുഗ്രഹം വേണം, ഉയരത്തിലെ നന്മകൾ വേണം, ഉയരത്തിലെ വിടുതലുകൾ വേണം, ദൈവ സാന്നിധ്യം വേണം, പരിശുദ്ധാത്മാവിൻ്റെ സ്വാന്തനം വേണം എന്ന് പറഞ്ഞ് താൻ മുട്ടുമടക്കാൻ തയ്യാറായപ്പോൾ തൻ്റെ പേരിനെ ദൈവോടൊച്ച് മാറ്റുകയാണ്. ഇനിയും നിന്റെ പേര് യാക്കോബ് എന്നല്ല, നിന്റെ പേര് ഇസ്രായേൽ എന്നാണ്. നോക്കൂ, യാക്കോബിനെ ദൈവം തനിക്കായിട്ടങ്ങ് വേർതിരിക്കുകയാണ്. വേർതിരിച്ചു കഴിഞ്ഞാൽ നിന്റെ പേര് മാറും, നിന്റെ അവസ്ഥ മാറും. നിന്നെ ദൈവം ഒരു ഡിപ്പോസിറ്റായി കണ്ടിരിക്കുക, ഒരു നിക്ഷേപമായി. നീ അനേകർക്ക് അനുഗ്രഹമായി തീരും. ഇന്നലെ വരെ ഒറ്റപ്പെട്ട അലഞ്ഞു നടക്കേണ്ട സാഹചര്യം വരുമ്പോഴും, ദാവീദിൻ്റെ ജീവിതത്തിലും അങ്ങനെ ഒരു സാഹചര്യം വന്നു. അലഞ്ഞു നടക്കേണ്ട സാഹചര്യങ്ങൾ, ഏകാന്തതയുടെ അനുഭവങ്ങൾ, കഷ്ടങ്ങളുടെ അനുഭവങ്ങൾ. പക്ഷേ ദൈവം അവനെ മാനിച്ചപ്പോൾ അനേകരുടെ വിശപ്പടക്കാൻ, അനേകർക്ക് കൈത്താങ്ങൽ കൊടുക്കാൻ, അനേകരെ ആശ്വസിപ്പിക്കാൻ, കൂടെ നിൽക്കുന്നവരെ ശക്തീകരിക്കാൻ ഭക്തനെ ഉപയോഗിച്ചതുപോലെ ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്നു, ഒരു കാലഘട്ടങ്ങൾ കഷ്ടങ്ങളും. അതുകൊണ്ടാണ് ദാവീദ് 20-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പാടിയത്, കഷ്ടകാലത്ത് നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ. യാക്കോബിൻ ദൈവത്തിൻ്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. ദൈവം യാക്കോബിനെ തെരഞ്ഞെടുത്ത അവൻ്റെ പേര് മാറ്റി ഇസ്രായേൽ എന്നാക്കി. ആ ജനത്തെ ഒരു നിക്ഷേപമാക്കി മാറ്റിയിരിക്കുക, ശ്രേഷ്ഠകരമായ സമ്പത്താക്കി മാറ്റിയിരിക്കുക. മാത്രമല്ല,
അവനെപ്പറ്റി ദൈവത്തിന് ഭയങ്കര ഹിതമുണ്ട് കേട്ടോ. ദൈവം പറയുക, ഞാൻ അവൻ്റെ പേരിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇസ്രയേലിൻ്റെ ദൈവമാ, ഞാൻ അബ്രഹാമിൻ്റെ ദൈവം, ഇസ്ഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം. എന്നിട്ട് മറ്റൊരു, ഞാൻ ഇസ്രയേലിൻ്റെ സ്തുതികളിൽ മേൽ വസിക്കുന്ന ദൈവമാണ്. ഞാൻ ഇസ്രയേലിൻ്റെ ദൈവമാണ്. അവരെ എനിക്കൊരു നിക്ഷേപമാണ്, അവർ എനിക്കൊരു പ്രത്യേക സമ്പത്താണ്. ഭൂമിയിലുള്ള സകല ജാതികളിലും അവർ വിശേഷതയുള്ളവർ. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ഡിപ്പോസിറ്റാണ് കേട്ടോ. ഇന്ന് പകൽ വിശ്വസിക്ക്, മനുഷ്യൻ മാറ്റി നിർത്തുന്നതിനെ, മനുഷ്യൻ വില കൽപ്പിക്കാത്തതിനെ, അലഞ്ഞു നടക്കേണ്ടി വന്നതിനെ, കഷ്ടങ്ങളിലൂടെ പോയതിനെ ശ്രേഷ്ഠകരമായ പാന്താവിലൂടെ നടത്തി ദൈവം തനിക്കായി വേർതിരിച്ചു നിർത്തുകയും തനിക്കുള്ളവയെ അറിയുകയും തനിക്കുള്ളവയെ പേർ ചൊല്ലി വിളിക്കുകയും തനിക്കുള്ളവയ്ക്ക് മുമ്പ് പുറപ്പെടുകയും ചെയ്യുന്ന സർവശക്തൻ്റെ സാന്നിധ്യം ഇന്ന് പകൽ വ്യാപരിക്കുകയാണ്. നിങ്ങളെയോ നിങ്ങളുടെ കുടുംബത്തെ ചൊല്ലി ആരുമില്ല, നിങ്ങളെ സഹായിപ്പാൻ ആരുമില്ല, കൈത്താങ്ങൽ നൽകാൻ ആരുമില്ല, ആശ്വാസവാക്കിനാരുമില്ല എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. കർത്താവ് പറയുന്നു, നിങ്ങൾ ദൈവത്തിനുള്ളവരെ അറിയുന്ന ദൈവം, അവരെ നടത്തുന്ന ദൈവം, അവരെ സഹായിക്കുന്ന ദൈവം, അവരെ നിക്ഷേപമാക്കി മാറ്റിയ ദൈവം ഇന്ന് പകൽ നമ്മോട് കൂടെയുണ്ട്. ഒന്ന് ധൈര്യപ്പെടാമോ? ഒന്ന് ദൈവത്തിൽ പ്രത്യാശ വെക്കാമോ? യാക്കോബിൻ്റെ ദൈവം മാത്രമല്ല, അത് എൻ്റെ ദൈവമാണ്, എൻ്റെ തലമുറയുടെ ദൈവമാണ്. ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരെ മാനിക്കുന്ന ദൈവം, അവരുടെ പേര് മാറ്റുന്ന ദൈവം, അവരുടെ അവസ്ഥ മാറ്റുന്ന ദൈവം, അവരുടെ സാഹചര്യങ്ങളെ മാറ്റിമറിക്കുന്ന ദൈവം, ശൂന്യതകളെ ഇന്ന് പകൽ തകർക്കുന്ന ദൈവം, യേശുവിൻ്റെ നാമത്തിൽ അടഞ്ഞത് തുറക്കുന്ന ദൈവം, ഒന്നുമില്ലായ്മയെന്ന് വിളിച്ചു വരുത്തിയവൻ്റെ സാന്നിധ്യം യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പിതാവേ ജനത്തിൻ്റെ മേൽ വ്യാപരിക്കട്ടെ. അവർ ആത്മാവിൽ സഞ്ചരിക്കട്ടെ, അത്ഭുതങ്ങളിലൂടെ നടക്കട്ടെ, ദൈവ മഹത്വം ഇറങ്ങട്ടെ, അസാധ്യങ്ങൾ സാധ്യമാകട്ടെ. ഞങ്ങളുടെ പ്രവൃത്തി കുടുംബങ്ങളുടെ മേൽ, ഞങ്ങളുടെ ജനറേഷൻ്റെ മേൽ, അഭിഷക്തന്മാരുടെ മേൽ വെളിപ്പെടുത്തി അവരെ ഡിപ്പോസിറ്റാക്കി അത് കണ്ടിരിക്കുക. ഞങ്ങൾ ശ്രേഷ്ഠരാണല്ലോ. മനുഷ്യൻ വില കൽപ്പിക്കാത്തതിനെ നിക്ഷേപമാക്കി മാറ്റുന്ന ദൈവത്തിന് സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ പറ, നമ്മെ നിക്ഷേപമാക്കി മാറ്റിയിരിക്കുന്ന, നമ്മെ ശക്തരാക്കി മാറ്റിയിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ വചനങ്ങളെല്ലാം സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പ്രശ്നിക്കും.